ഗ്രാൻഡ് ഫിനാലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അക്ബറാണ് ഫൈനൽ 5-ൽ നിന്നും ആദ്യമായിട്ട് പുറത്തായിരിക്കുന്നത്. ടോപ്പ് 4-ൽ എത്തിച്ചേരാൻ പറ്റാതെ അക്ബറാണ് ഔട്ടായിരിക്കുന്നത്. നെവിന് വോട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് നെവിൻ ടോപ്പ് 4-ലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അക്ബറാണ് ഔട്ടായിരിക്കുന്നത്. ഒരു എവിക്ഷൻ ഡ്രാമ ഉണ്ടായിരുന്നു, അതിലൂടെ ഏറ്റവും അവസാനം സേവ് ആയത് അനീഷും ഷാനവാസുമാണ്. അങ്ങനെയാണ് അക്ബർ പുറത്തായത്. അക്ബർ ഭയങ്കര ഒരു ഇമോഷണൽ മൂവ്മെന്റിലൂടെയാണ് ഹൗസിൽ നിന്നും പുറത്തേക്ക് നടന്നിറങ്ങിയത്. അനീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് അക്ബർ കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനീഷേട്ടൻ ഇവിടെ ഒരു സ്ട്രാറ്റജി ഇറക്കി കളിച്ചു, അതൊരു നല്ല സ്ട്രാറ്റജിയാണ്, ബിഗ് ബോസിൽ നിൽക്കാൻ നല്ല സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ ആരെയും അനീഷേട്ടൻ ഇതേവരെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടില്ല. അത് അനീഷേട്ടന്റെ ഒരു ക്വാളിറ്റിയാണ്. അനീഷേട്ടനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അത് അക്ബർ പറഞ്ഞത് എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊണ്ടു. അക്ബർ ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അക്ബറിന്റെ ജെനുവിനിറ്റി. ഹാറ്റ്സ് ഓഫ്. സ്വന്തം നെഗറ്റീവ്സും പോസിറ്റീവ്സും പ്രേക്ഷകരിലേക്ക് എത്തിച്ച് പച്ചയ്ക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കളിച്ചൊരു ഗെയിമറാണ്. അഗ്രസീവ് ഗെയിമർ ആയിരുന്നു അക്ബർ, പറയാതിരിക്കാൻ പറ്റില്ല. ഈ സീസണിലെ ഏറ്റവും അഗ്രസീവ്, ഏറ്റവും കിടിലൻ ഗെയിമർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് പറയുക, നെഗറ്റീവ് രീതിയിലാണ് വന്നത്. ഇതൊരു സിനിമയായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഇതിനകത്ത് വില്ലന്മാരും നായകന്മാരും പിന്നെ ഹീറോയിനും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വില്ലനായി പോയി അക്ബർ. അതിപ്പോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളടക്കം നിന്ന് അക്ബറിനെ വില്ലനാക്കിയിട്ടുണ്ട്. പക്ഷെ അക്ബർ ഈ പറഞ്ഞ ഈ ഒരൊറ്റ ഡയലോഗിലുണ്ട് അക്ബർ എന്തുമാത്രം ജെന്യുവിൻ ആയിട്ടാണ് കളിച്ചതെന്നുള്ളത്. ഹാറ്റ്സ് ഓഫ്. നല്ല ജെന്യുവിൻ ആയിട്ട് കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. അത് അനീഷിനോട് ആ പറഞ്ഞ ആ ഒരു ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല, വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. 2 തവണ അനീഷ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അക്ബറിനെ. അനീഷ് കരയുന്നുണ്ട് അവിടെ നിന്നിട്ട്. അനീഷിന്റെ ഗെയിമിന്റെ ക്വാളിറ്റി അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും സഹതാപതരംഗം കാണിച്ച് വോട്ട് പിടിക്കാൻ അനീഷ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അനീഷിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു അക്ബർ. അനീഷിനെതിരെ നിന്ന് മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള, വെട്ടി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അക്ബർ. പക്ഷെ ഇറങ്ങി പോകാൻ നേരത്ത്, ഈ ടോപ്പ് 5-ൽ എത്തി നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് അക്ബർ പറഞ്ഞ ഈ ഒരു കാര്യം അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടു. അനീഷ് ഈ സീസൺ വിജയിച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ അനീഷ് വിജയിച്ചു കഴിഞ്ഞു.